10 വർഷമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്കുള്ള ഒരു വീട് വെക്കാനായിട്ട് ഞങ്ങൾക്ക് അതിനകത്തുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ സമയ ഘടികാരം നെഞ്ചിൽ ചേർത്തി അമ്മയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അപ്പോഴും അവിടെ നിന്ന് എല്ലാവരും അമ്മയുടെ പാദത്തിലെ മണ്ണ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഇത് കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, അവിടെ വീടിൻ്റെ എല്ലാ സൈഡിലും കൊണ്ടിടാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനും അതുപോലെ വിശ്വസിച്ച് മണ്ണെടുത്തു. അമ്മേൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, അമ്മ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എന്നെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ വീട് വെക്കും, അപ്പോഴും ഇത് എൻ്റെ കല്ലിടുന്നതിന് മുമ്പ് ഞാൻ അവിടെ അത് വെക്കും, ഇതിനാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോഴൊന്നും എനിക്ക് വീട് വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. 10 വർഷം കഴിഞ്ഞാൽ ഏതായാലും ഞാൻ വെക്കാനൊന്നും പോകണില്ല, പക്ഷെ എന്തെങ്കിലും വെക്കുമ്പോഴും ഞാൻ ഇത് വെക്കും എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി 2 മാസം കഴിഞ്ഞത് ഉടനെ തന്നെ എനിക്ക് വീടിന് എഗ്രിമെൻ്റ് എഴുതി ഞാനൊരു പുതിയൊരു വീട് വെക്കാനായിട്ട് തുടങ്ങി. അതിനുവേണ്ടി ഹൗസിംഗ് ലോണിന് വേണ്ടി ഞാൻ നടന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള സിവിൽ സ്കോർ എനിക്കില്ലായിരുന്നു. കാശ് രൂപവും കൃപാസനത്തിലും ഉപ്പായിട്ട് ഞാൻ ബാങ്കിൽ പോയി ബാങ്കിൻ്റെ ഫ്രണ്ടിലിടും. മാനേജറിൻ്റെ അടുത്ത് പോയി മാനേജർ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ കാശ് രൂപവും വെച്ച് വിശ്വാസ പ്രമാണം പഠിച്ച് മാനേജറിൻ്റെ കാലിൻ്റെ അവിടെ കൃപാസനം ഒപ്പിട്ട് പ്രാർത്ഥിക്കും. 2 ദിവസം കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു എനിക്ക് ലോൺ സാക്ഷനായെന്ന്. ഇതൊക്കെ നല്ലതുപോലെ നടന്നിട്ട് പോയി നിന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ വന്നു. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഹൗസിംഗ് ലോൺ അടയ്ക്കണം, വീടിൻ്റെ പണി പകുതിയിലായി പോയി, എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ലാതെ ഇങ്ങനെ നോക്കി നിന്ന സമയത്ത് എൻ്റെ വിശ്വാസത്തിൽ ഒട്ടും കുറവില്ലാതെ ഞാൻ വിശ്വസിച്ച് ഉറച്ചു നിന്നു. പരിശുദ്ധ അമ്മ എനിക്ക് എല്ലാം റെഡിയാക്കി തരും. ഉടനെ തന്നെ ഞാൻ ലൈറ്റിൽ ക്യാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കകം പ്രതീക്ഷിച്ചതിൽ നല്ലൊരു കമ്പനിയിൽ നിന്ന് നല്ലൊരു സാലറിയിൽ എൻ്റെ ഭർത്താവിന് ഓഫർ ലെറ്റർ വന്നു. 1 മാസത്തിനകം തന്നെ തിരിച്ചു പോകാനുള്ള വഴി മാതാവ് ഒരുക്കി തന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു സാലറിയിൽ എൻ്റെ ഭർത്താവിന് ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുമെന്ന്. എൻ്റെ വീടിൻ്റെ പണി കടയില്ലാതെ പൂർത്തിയാക്കാനായിട്ട് എൻ്റെ അമ്മ എൻ്റെ ഭർത്താവിന് ആ ജോലി റെഡിയാക്കി കൊടുത്തെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പ്, ആശുപത്രി ഇവിടെയൊക്കെ കൊണ്ട് കൊടുക്കും. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കി അനാഥാശ്രമത്തിൽ കൊണ്ട് കൊടുക്കും, വഴിയോരങ്ങൾ കൊണ്ട് കൊടുക്കും, അനാഥാലയങ്ങൾ സന്ദർശിച്ച് വയസ്സായ അമ്മച്ചിമാരെയൊക്കെ നോക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസായിരിക്കും, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ഈ ഉടമ്പടി ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഈശോയുടെ സ്നേഹം ഒരുപാട് എനിക്ക് ലഭിച്ചു. ഇത്രയും വർഷത്തിൽ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ അതൊന്നും എനിക്ക് കിട്ടിയതിനോട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ മരണം വരെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈശോൻ്റെ സ്നേഹം മരണം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നും നിലനിൽക്കും ഈ ഉടമ്പടിയിൽ. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി.